വിദഗ്ധയിലുള്ളൂ. ഞാൻ ചോദിക്കുകയാണ്, കാരണം 2023 ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആലോചന ഉണ്ടാകുന്നത്. 2025 ആകുമ്പോഴേക്കും പദ്ധതിയുമായി വേഗത്തിൽ മുന്നോട്ട് പോകാൻ ഒരു തിടുക്കമുണ്ട്. സാധാരണഗതിയിൽ അങ്ങനെയല്ല. വർഷങ്ങൾ നീണ്ട പഠനം ഇത്തരം പ്രദേശങ്ങളിൽ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് വേണ്ടതാണ് എന്നുള്ളതാണ്. ഈ പ്രദേശത്തിലെ പ്രത്യേകത ഭംഗിക്ക് അറിയാവുന്നതാണല്ലോ. ശരി, അല്ല സ്മൃതി, എന്നാൽ സ്മൃതിക്ക് വലിയ തെറ്റുണ്ട്. നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. 2023 ഈ പദ്ധതിയുടെ തുടക്ം 2016 LDF ഗവൺമെന്റ്, ആദ്യ ഗവൺമെന്റ് ഈ പദ്ധതി ആനക്കാമ്പൽ കള്ളാടി മേപ്പാടി തുരങ്കപാത എന്ന് പറഞ്ഞ പദ്ധതിയെ സംബന്ധിച്ച് ആലോചിക്കുന്നത്. 2017-18 കാലയളവിലാണ് ഇതിനെ സംബന്ധിച്ചുള്ള പ്രാഥമികമായ പരിശോധനകൾ നടക്കുന്നത്. 2019 ഈ പദ്ധതിക്ക് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനുമായിട്ടുള്ള ഒരു ട്രൈ പാർട്ടി എഗ്രിമെന്റ് വെക്കുന്നത്. 2020 ആദ്യം 2016 തോമസ് ഐസക് ഒരു 20 കോടി രൂപ വെച്ചിരുന്നു. 2020 തോമസ് ഐസക് 653 കോടി രൂപ ആദ്യമായി ഈ പദ്ധതിക്ക് വേണ്ടി നീക്കി വെക്കുന്നു. 653 കോടി 2020. അതിനുശേഷം കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ തയ്യാറാക്കിയ DPR എടുത്ത് പരിശോധിക്കുമ്പോൾ DPR എന്താണ്, നേരത്തെ ഒരു സിംഗിൾ ടണലാണ് പ്രപ്പോസ് ചെയ്ത്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ പറഞ്ഞു 8 കിലോമീറ്റർ ദൂരത്തുള്ള ഒരു തുരങ്കമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 8 കിലോമീറ്റർ ദൂരത്തുള്ള ഒരു തുരങ്കം നിർമ്മിക്കുമ്പോൾ അതിന് നിർബന്ധമായി സെക്യൂരിറ്റി ടണൽ ആവശ്യമായി വരും. സെക്യൂരിറ്റി ടണൽ എന്നതിനേക്കാൾ നല്ലത് ടിൻ ട്യൂബ് ടണൽ ആകാം എന്ന നിർദ്ദേശം വരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ തന്നെ ഈ ടിൻ ട്യൂബ് ടണലിന് ആവശ്യമായ പ്രപ്പോസൽ വിശദമായ DPR തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുന്നു. ആ കാലത്ത് ഗവൺമെന്റ് മാറുന്നു. 2016-21 ഒന്നാം LDF ഗവൺമെന്റ് മാറി, രണ്ടാം LDF ഗവൺമെന്റ് വരുന്നു. 2022 KN ബാലഗോപാലാണ് പുതുക്കിയ DPR പ്രകാരമുള്ള 2134 കോടി രൂപയുടെ കിഫ്ബി പദ്ധതിയുടെ അനുമതി നൽകുന്നത്. 2022 പ്രസ്തുത പദ്ധതിക്ക് അനുമതി നൽകിയപ്പോഴാണ് ഒരു വർഷം നീണ്ടുന്ന SIS സ്റ്റഡി നടക്കുന്നത്, സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി നടക്കുന്നത്. 2022 ജൂണിൽ ആരംഭിച്ച് 2023 ജൂലൈ വരെ നീണ്ടു നിൽക്കുന്ന ഒരു വർഷം നീണ്ടു SIS സ്റ്റഡി നടക്കുന്നത്. SIS സ്റ്റഡിയുടെ പൂർത്തീകരണത്തിന് ശേഷമാണ് കോഴിക്കോടും വയനാടും ഇതിന്റെ പബ്ലിക് ഹിയറിംഗ് നടക്കുന്നത്, പൊതുജനങ്ങളുടെ അഭിപ്രായം ആരായാൻ. 2023 സ്റ്റേറ്റ് എൻവയോൺമെന്റൽ ക്ലിയറൻസിന് വേണ്ടിയിട്ടുള്ള മറ്റു പരിശോധനകൾ, ഈ പറഞ്ഞ വിവിധങ്ങളായിട്ടുള്ള വകുപ്പുകളുടെ പരിശോധനകളെല്ലാം പൂർത്തീകരിച്ച് സ്റ്റേറ്റ് എൻവയോൺമെന്റൽ ക്ലിയറൻസിന് വേണ്ടി സമർപ്പിക്കുന്നത്. സ്റ്റേറ്റ് എൻവയോൺമെന്റൽ ക്ലിയറൻസിന് സമർപ്പിച്ച് അതിന്റെ പരിശോധനകളും തുടർ പ്രവർത്തനങ്ങളും എല്ലാം നടക്കുന്ന ഘട്ടത്തിലാണ് 2024 ജൂലൈ മാസത്തിൽ മുണ്ടക്കയിലും ചൂരൽമലയിലും ഒരു ദുരന്തം ഉണ്ടാകുന്നു, വലിയ ദുരന്തം. അതിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് എൻവയോൺമെന്റ് കമ്മിറ്റി കൂടുതൽ പരിശോധനകൾ കൂടി നടത്തി സ്റ്റേറ്റിന്റെ എൻവയോൺമെന്റൽ ക്ലിയറൻസ് നൽകുന്ന ഏത് വർഷം 2025 മാർച്ച് മാസത്തിൽ സ്റ്റേറ്റ് എൻവയോൺമെന്റ് ക്ലിയറൻസ് നൽകുന്നു. സ്റ്റേറ്റ് എൻവയോൺമെന്റ് ക്ലിയറൻസ് ലഭ്യമായതിനു ശേഷമാണ് സെൻട്രൽ ഗവൺമെന്റിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ക്ലിയറൻസ് കിട്ടുന്നത് 2025 ജൂൺ മാസത്തിലാണ്. 2025 ജൂൺ മാസത്തിൽ സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റുകളുടെ ക്ലിയറൻസും ഫോറസ്റ്റിന്റെ സ്റ്റേജ് 1 സ്റ്റേജ് 2 ക്ലിയറൻസും SIS സ്റ്റഡിയും മറ്റ് നടപടിക്രമങ്ങളും ഈ ലോങ് ടൈം പ്രോസസ് ആകെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം 2025 ഓഗസ്റ്റ് മാസം 31 തീയതി നടപ്പിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ തിടുക്കം ഉണ്ടായിട്ടേയില്ല. ഒന്നാം ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് മുതൽ ഉണ്ടായിരുന്ന പ്രപ്പോസൽ അതിൽ ഘട്ടം ഘട്ടമായി അതിനാവശ്യമായ പഠനങ്ങൾ നടത്തി. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനെ SPV ആയി നിശ്ചയിക്കുന്നത് പോലും എന്തിനാണ്? ഇത്രയും വലിയൊരു പദ്ധതി, തുരങ്കപാത പോലെയുള്ള ഒരു പദ്ധതി നിർമ്മിക്കാനുള്ള സാങ്കേതിക വൈദ്യം PWD ഡിപ്പാർട്ട്മെന്റിനില്ല. ഈ പദ്ധതി നടപ്പിലാക്കുന്നത് PWD ആണ്. അപ്പോൾ PWDക്ക് ആ സാങ്കേതിക വൈദ്യം ഇല്ലാത്തത് കൊണ്ട് SPV ആയി കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ഏൽപ്പിക്കുന്നു. ആ സജഷൻ ആരാ തന്നത്? ആ സജഷൻ തന്നത് അന്ന് ഡൽഹി മെട്രോയുടെ ചെയർമാനായിരുന്ന ശ്രീ മെട്രോമാൻ ശ്രീധരനാണ്. അദ്ദേഹമാണ് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനെയും സംസ്ഥാന ഗവൺമെന്റിനെയും ചേർത്ത് വെക്കുന്നത്. അങ്ങനെയാണ് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ നാൾ വഴികൾ വർഷങ്ങളുടേതാണ്.